മലപ്പുറം നിലമ്പൂരിലാണ് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വയോധിക മരിച്ചത്. മൂത്തേടം ഉച്ചകുളം നഗറിലെ സരോജിനിയാണ് മരിച്ചത്. അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കൂടെ കാണാം. തീറ്റ തേടിപ്പോയ കാലികളെ തിരിച്ചിറക്കാനാണ് സരോജിനി വനത്തിലേക്ക് കടന്നത്. ജനവാസ മേഖലയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തായിരുന്നു അപകടം. 11 മണിയോടെയാണ് സംഭവം. പാഞ്ഞെടുത്ത കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി. രാവിലെ പോത്തിനെ കണ്ട് പോത്തുകൾ കാട് കയറി പോയപ്പോൾ പോത്തിനെ കൊണ്ടുകൊണ്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ആന പുറകിൽ കൂടെ വന്നിട്ട് തട്ടിയതാണ് ആന. ശരിയായിട്ട് ഒരു ദിവസം ഒഴിവില്ല, രാവും പകലുപടി ആനയാണ്. നിലമ്പൂരിലെ മലയോര മേഖലയിൽ മനുഷ്യരുടെ ജീവിതം ഭീതിയുടെയും ദുരിതങ്ങളുടെയും നിഴലിലാണ്. ശല്യവും ആക്രമണവും പതിവാണ്. പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. ഈ നിലമ്പൂർ സൗത്ത് ഡിവിഷന് കീഴിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി വരികയാണ്. ആദിവാസികൾക്ക് നേരെയാണ് കൂടുതൽ ആക്രമണം നടക്കുന്നത്. അപ്പോൾ വനത്തിനകത്ത് അക്രമകാരികളായ കാട്ടാനകൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആദിവാസികൾ ആവശ്യപ്പെടുന്നത്. സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് സോളാർ ഫെൻസിങ്ങും മതിൽ നിർമ്മാണവും ട്രെഞ്ചൊക്കെ നടന്നു വരുന്നുണ്ട്. കുറച്ചും കൂടി അത് ഫലപ്രദമാക്കേണ്ടതുണ്ട്. ഇത് ഈ മേഖലയിൽ ഇപ്പോൾ നിരന്തരം ഉണ്ടാകുന്ന ചില സംഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം അടിയന്തരമായി കാണേണ്ടതാണ്. ഗവൺമെൻറ് തലത്തിൽ ചില ഇടപെടലൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായി പല പ്രയാസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് അടിയന്തരമായി ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കോളനിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കോളനിക്കാരെന്താണ് ആവശ്യപ്പെടുന്നത് വെച്ചാൽ അത് ഗവൺമെൻറ് തലത്തിൽ നടപ്പാക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അടിയന്തരമായി ഗവൺമെൻറ് ഇടപെടേണ്ടതുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ 2 ആഴ്ചക്കിടെ നഷ്ടമാവുന്ന രണ്ടാമത്തെ ജീവനാണിത്. കൈരളി ന്യൂസ്, മലപ്പുറം.